ഷൈജു നമ്മൾ കലക്ടറെ വിളിച്ചപ്പോൾ അദ്ദേഹം 13 പേർ കാറിൽ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഷൈജു, അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഓണെയർ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ കൂടിയും 13 പേർ ആ കാറിനകത്ത് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം നമ്മോട് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഷൈജു സൂചിപ്പിച്ചതുപോലെ നേരത്തെ ബസ്സിലുണ്ടായിരുന്നവരാണെന്ന് നമ്മൾ കരുതിയ ഗൗരി ശങ്കറും ആൽവിനും മുഹ്സിനും കൃഷ്ണദേവും കൂടി ആ കാറിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കണം. അതിൽ 5 പേരാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയതെന്ന് മനസ്സിലാക്കണം. ബാക്കിയുള്ളവർ അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ഉണ്ടെന്ന് കൂടി കരുതണം. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പറഞ്ഞ 11 പേരുടെ ലിസ്റ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭിച്ച ലിസ്റ്റാണ്. ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ച ലിസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മരണപ്പെട്ട 5 ആളുകൾ. അതായത് പാലക്കാട് സ്വദേശി ശ്രീദീപ്, കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ, മലപ്പുറം സ്വദേശി ദേവാനന്ദൻ, അതോടൊപ്പം തന്നെ കുട്ടനാട്, ആലപ്പുഴയിലെ കുട്ടനാട് സ്വദേശിയായ ആയുഷ് ഷാജി, പാലക്കാട് ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, മറ്റൊന്ന് കൃഷ്ണദേവാണ്, ആൽവിൻ, ഗൗരി ശങ്കർ, മുഹ്സിൻ, ആനന്ദ് ഷെയ്ഖ്. ഈ 6 പേർ കൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ്. അങ്ങനെയെങ്കിൽ 13 ആണ് എങ്കിൽ നേരത്തെ ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ബാക്കിയുള്ളയാണ് ഈ 2 പേർ. അവർ ജനറൽ ആശുപത്രിയിലുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ ആരോഗ്യമന്ത്രിയും അത്തരമൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. 2 പേർ ജനറൽ ആശുപത്രിയിലുള്ള പറഞ്ഞു. അങ്ങനെ കളക്ടർ പറഞ്ഞത് ശരിയാണ്. 13 പേരുണ്ടെന്ന് പറയേണ്ടി വരും. 5 പേർ ഈ മരണത്തിന് കീഴടങ്ങുകയും ബാക്കി ഉള്ള ആളുകൾ ചികിത്സയിൽ തുടരുകയും 2 പേർ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. അങ്ങനെ ഞെട്ടലുണ്ടാക്കുന്ന വിവരങ്ങളാണ്. സാധാരണ ഈ ഷവർലെ ടവേര 8 സീറ്റർ ആണല്ലോ ഷൈജു. 8 ആളുകൾക്ക് യാത്ര ചെയ്യാവുന്ന വാഹനമാണ്. അതിൽ 13 പേർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ഉൾക്കൊള്ളാനാവാത്ത വിധം വിദ്യാർത്ഥികൾ അതിനകത്ത് യാത്ര ചെയ്തിരുന്നു. കനത്ത മഴയുണ്ടായിരുന്നിരിക്കണം. സ്വാഭാവികമായും ആ വാഹനം സ്കിഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് കൂടുതൽ സൂചനകൾ പുറത്തു വരികയാണ് ഷൈജു. തീർച്ചയായും ഞാനിത് ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്ന പരമാവധി സഞ്ചരിച്ചാൽ പോലും 9 or 10 ആണ്. അവിടെയാണ് 13 ആൾ. ഈ 13 ആളിൽ ഡ്രൈവർ ഉൾപ്പെടെ, ഡ്രൈവറും ഈ വിദ്യാർത്ഥികൾ ആളാണ് എങ്കിൽ വണ്ടി അവർ എവിടെ നിന്നെങ്കിലും വാടകയ്ക്ക് എടുത്തതാണോ എന്നത്, അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒരാളുടേതാണോ എന്ന സംശയിച്ചാൽ പോലും 13 ആളുകളെങ്കിൽ അത് നമുക്ക് മോട്ടോർ വാഹന നിയമപ്രകാരം ഓവർലോഡ് എന്ന് പോലും പറയാവുന്ന തരത്തിൽ അധികം ആൾ കയറിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. പക്ഷെ 13 പേർ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നമുക്ക് പറയാൻ കഴിയുക. എങ്കിൽ പോലും കളക്ടർ നൽകുന്ന വിവരം വെച്ചിട്ടാണെങ്കിൽ 13 ആളുകൾ ഉണ്ടെങ്കിൽ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഈ സഞ്ചാരത്തെ കുറിച്ചുമുള്ള വാർത്തകൾ വരേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഇവർ എടുത്തിട്ടുള്ള വേഗതയടക്കമുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർന്നു വരും എന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും അത്യന്തം ദുഃഖകരവും ദാരുണവുമായ ഒരു സംഭവമാണ് ആലപ്പുഴയിൽ ഈ രാത്രി സംഭവിച്ചിരിക്കുന്നത്. 9 മണിക്ക് ശേഷമാണ് ആലപ്പുഴ കളർകോട് ജംഗ്ഷനിൽ ദേശീയപാതയിൽ KSRTC ബസ്സിലേക്ക് ഷെവർലെ ടവേര ഇടിച്ചു കയറി അപകടമുണ്ടായി. ഇപ്പോൾ 5 പേർ മരണപ്പെട്ടിരിക്കുന്നു. 2 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാകുന്നു. മറ്റു പല ആളുകളും ചികിത്സയിൽ കഴിയുന്നു. ബസ്സിലുണ്ടായിരുന്ന 3-4 പേർക്കും നിസ്സാര പരിക്കുകളോടെ ചികിത്സയിൽ എത്തിയിരിക്കുന്നു. അങ്ങേ ദുഃഖകരവും വലിയ ഒരു അപകടമാണ് ആലപ്പുഴ.